ശ്ലീഹാകാലം 7-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 13, 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: ഇടുങ്ങിയ പാത ക്രിസ്തു ദർശനത്തിൽ. ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ സംസ്കാരത്തിന്റെ 2 ഉൽപ്പന്നങ്ങളാണ് സൂപ്പർ മാർക്കറ്റ്, കഫറ്റേറിയ എന്നീ പ്രതിഭാസങ്ങൾ. പണ്ട് സൂപ്പർ മാർക്കറ്റുകള് വികസിത രാജ്യം, മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു വളരെ പ്രകടിതമായ രീതിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ സാർവത്രികമായിട്ട് അത് വ്യാപിച്ചു കഴിഞ്ഞു. നഗരങ്ങളില്, പട്ടണങ്ങളില്, ചെറുപട്ടണങ്ങളില് എന്ന് വേണ്ട ഗ്രാമങ്ങളിൽ പോലും സൂപ്പർ മാർക്കറ്റുകള് എത്തിക്കഴിഞ്ഞു. എന്താ ഈ സൂപ്പർ മാർക്കറ്റും സാധാരണ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം? സാധാരണ മാർക്കറ്റില് നമ്മൾ ഉപഭോക്താവ് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോ അവിടെ എടുത്തു തരാനും വില പേശാനും ആളുകളുണ്ടാകും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വില പേശി വാങ്ങാൻ സാധിക്കും. എന്നാൽ സൂപ്പർ മാർക്കറ്റില് അങ്ങനെയല്ല സ്ഥിതി. സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പ്രവേശിക്കുന്നു. അവിടെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന കൈവണ്ടികളിൽ ഒരെണ്ണം നമ്മൾ എടുക്കുന്നു. ആ വണ്ടി മുന്തി നമ്മൾ നടക്കുന്നു. ഓരോ സാധനങ്ങളും എണ്ണം തിരിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എണ്ണങ്ങളുടെ എണ്ണം, വിലയും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ പ്രദർശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഉന്തുവണ്ടിയായിട്ട് അവിടെ ചെന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, വണ്ടിയിലിടുന്നു. വണ്ടി ഉന്തി നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന വാതിലിന്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പോ അവിടെ ബില്ലിടാൻ ആളുണ്ട്. വണ്ടിയിൽ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നും എണ്ണി നോക്കി ബില്ലിടുന്നു. കാഷ്യറിന്റെ അടുത്ത് പോയിട്ട് കാശ് കൊടുക്കുന്നു. വണ്ടി ഉന്തി പുറത്തു വന്ന് നമ്മുടെ വാഹനത്തിലേക്ക് സാധനങ്ങൾ കയറ്റാം. അവിടെ ഒരാളും നമുക്ക് എടുത്തു തരാനില്ല. അതിന്റെ വില ചോദിച്ച് മനസ്സിലാക്കാനും പറഞ്ഞു തരാനും ആളില്ല. എല്ലാം അവിടെ എഴുതി വച്ചിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പാണ്. എന്റെ ആവശ്യം എന്താണ് എന്ന് ഞാൻ നിശ്ചയിക്കണം. എനിക്കുള്ള പൈസ എത്രമാത്രം ഉണ്ട് എന്റെ പോക്കറ്റിൽ എന്ന് ഞാൻ നിശ്ചയിച്ചിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കണം. എന്റെ തിരഞ്ഞെടുപ്പ് ഉചിതമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാഭം എനിക്ക് ഗുണം. എന്റെ തിരഞ്ഞെടുപ്പ് അത് ഉചിതമായിട്ടില്ല എന്ന് വരികിൽ അതിന്റെ നഷ്ടം എനിക്ക്. അവിടെ വാദപ്രതിവാദങ്ങൾക്ക് സ്ഥാനമില്ല. എന്നാൽ മലയാളികള് ഈ വണ്ടി ഉന്തി അവിടെ ആരും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെട്ടിച്ചു കളയാം എന്ന് വിചാരിച്ച് നമ്മുടെ മലയാളി സംസ്കാരം വിദേശങ്ങളിൽ പോയി വെട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാറിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും പോലീസ് വന്ന് പിടികൂടും. അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ രഹസ്യ ക്യാമറകളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയെന്ന് വരില്ല. അവിടെ നമ്മുടെ മുമ്പിൽ ആളുകളില്ല. എല്ലാം നമ്മുടെ ജീവിതത്തില് നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. തെരഞ്ഞെടുപ്പ് നല്ലതാണെങ്കിൽ അതിന്റെ ഫലം നമുക്ക് നല്ലത്. തെരഞ്ഞെടുപ്പ് മോശമാണെങ്കിലോ അതിന്റെ നഷ്ടം നമ്മൾ സഹിക്കുക. വീട്ടിലെത്തുമ്പോ ഭർത്താവാണ് മാർക്കറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ കുറ്റപ്പാട് വേറെ, ഭാര്യയാണ് പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വേറെ, മക്കളാണ് പോയിട്ടുണ്ടെങ്കിൽ അപ്പന്റെ അമ്മയുടെയും വേറെ സഹിക്കുക. കഫറ്റേറിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണശാലയിലേക്ക് കടക്കണു. അവിടെ മേശയും കസാരകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കുത്തിയിരുന്നു. അവിടെ ഇരിക്കാൻ മാത്രമുള്ളൂ. എത്ര നേരം ഇരുന്നാലും ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ക്ഷോഭിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതവിടെ ഇരിക്കുക. ഭക്ഷണം കഴിക്കണമെന്ന് ഒരിക്കല് അതിന് സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ട്രേകള് അടക്കി വെച്ചിരിക്കും. ആ ട്രേകളിലൊന്ന് എടുത്ത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ചില്ലുകൂട്ടിലിങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. വില അതിലെഴുതിയിട്ടുണ്ടാവില്ല, വേറെ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും.
നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം അതിനുവേണ്ടി വെച്ചിരിക്കുന്ന കൊടില് കൊണ്ട് എടുത്ത് നമ്മുടെ ട്രേയിലിടാം. ട്രേ ഏതാണ്ട് ആവുമ്പോ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ ബില്ലിടാൻ അവിടെ ആളുണ്ടാവും. ആ ബില്ല് ട്രേയിലുള്ള സാധനങ്ങൾ നോക്കി ബില്ലിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോരുക. അപ്പൊ ചിലര് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഒരു ദഹനം എന്ന് വെച്ചാൽ കയ്യിലുള്ള കാശിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്ന സാധനം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ നാണക്കേട് വിളിച്ചു വരുത്തുന്നു. തന്തൂരി ചിക്കൻ അതിന്റെ ഉള്ളിലുണ്ട്, ഇരിക്കട്ടെ ഒരു കഷ്ണം എന്ന് വിചാരിച്ചെടുത്തു. കോണ്ടിനെന്റ് ഫുഡ് വേറൊരു സ്ഥലത്തുണ്ട്, അതും ഇരിക്കട്ടെ. ചൈനീസ് വേറെയുണ്ട്, അതും ഇരിക്കട്ടെ. ട്രെയിലൊതുങ്ങി. നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ആവശ്യത്തിന് വേണോ വേണ്ടേ നിശ്ചയിക്കേണ്ടത് ഞാനാ. എന്റെ തിരഞ്ഞെടുപ്പ് എനിക്ക് ഉചിതമായിട്ടും എന്റെ സാഹചര്യത്തിനും ഇണങ്ങുന്നതാണെങ്കിൽ എനിക്ക് വലിയ ഷോക്ക് ഏൽക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് പോരാം. അല്ലാതെ ഡിങ്കീസും വിവരക്കേടും കാണിച്ചിട്ടാണ് ആ ട്രെയില് ഭക്ഷണം ഇടുന്നതെന്ന് വെച്ചാൽ അത് അവസാനത്തെ ഭക്ഷണമാവും. ഇതാണ് കഫറ്റേറിയ സംസ്കാരം. മറ്റതാണ് സൂപ്പർ മാർക്കറ്റ് സിൻഡ്രോം. ഇന്ന് സൂപ്പർ മാർക്കറ്റിന് പകരം ഹൈപ്പർ മാർക്കറ്റാ വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങിയില്ലേ. സൂപ്പർ മാർക്കറ്റ് കൊണ്ട് നിൽക്കുന്നില്ല, ഹൈപ്പർ മാർക്കറ്റിലേക്കാ വരണത്. അപ്പൊ ഇവിടെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പാണത്. ആ അർത്ഥത്തിൽ അത് നല്ലതാ. മനുഷ്യനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവന് ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമുള്ള ഉപഭോഗ വസ്തുക്കളും തെരഞ്ഞെടുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു രംഗം. ആ അർത്ഥത്തിൽ അത് നല്ലതാ. മനുഷ്യനെ പക്വതയിലേക്ക് വളർത്തുന്നതിനുള്ള ഒരു ഉപകരണമായിട്ട്, ഒരു വേദിയായിട്ട് അതിനെ കരുതാം. ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതേമാതിരി ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള രണ്ട് പാതകള് യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തില്. അതിന് ഒരു പാത വീതി കൂടിയതാണെന്ന് പറയുന്നു യേശു തന്നെ. വീതി കൂടിയ പാത, സുന്ദരമായിട്ടുള്ള പാത, ആകർഷണീയമായിട്ടുള്ള പാത, മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പാത. അത് തിരഞ്ഞെടുത്താൽ ലക്ഷ്യം വിനാശമാണ്. വിനാശമാണ്, വിനാശത്തിലേക്ക് നയിക്കുന്ന പാതയാണത്. നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ അന്ത്യം വിനാശമായിരിക്കും. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒരു അടിപൊളി ജീവിതത്തിന്റെ പാത, എല്ലാ തരത്തിലും അടിപൊളിച്ചുള്ളൊരു ജീവിത രീതി നിങ്ങളുടെ മുമ്പിൽ വിശാലമായിട്ട് തുറന്നിരിക്കുന്നു. പക്ഷെ അതിന്റെ അന്ത്യം വിനാശമാണ്. നിങ്ങൾ അത് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ അതിന്റെ നഷ്ടം നിങ്ങൾ തന്നെ അത് ഉത്തരവാദിത്വം ഉണ്ടാകണം. അതൊരു തരത്തിൽ പറഞ്ഞാൽ തോന്നുമ്പോ തോന്നിയ വിധത്തിൽ ചെയ്യുന്ന ഒരു ജീവിത ശൈലി. ആ ശൈലിയുടെ പേരാണ് തോന്നിയവാസം. ആ ശൈലി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളുടെ പേരാണ് തോന്നിയവാസി. തോന്നിയവാസിയുടെ ജീവിതം നാശം. തോന്നിയവാസത്തിന്റെ അന്ത്യം കഷ്ടകാലം, പക്ഷേ സുന്ദരം, എല്ലാം അടിപൊളി. ഈ അടിപൊളിയുടേതായിട്ടുള്ള വഴികളിലെ വഴിപ്പാതകള്, അതിന്റെ രാജവീതികള്, ഊടുവഴികള്, നാടുവഴികള്, പോക്കറ്റ് വഴികള്, ഈ രാജവീതികളെ പറ്റി, തെരുവീതികളെ പറ്റിയിട്ട് ഞാൻ ഇന്ന് പരാമർശിക്കുന്നില്ല. ഒരുപാടുണ്ട് അതിന്റെ വീതികള്. മറ്റൊരു പാത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു യേശു ക്രിസ്തു ഇന്ന്. പാത വളരെ ഇടുങ്ങിയതാ മക്കളെ, ആകർഷണീയമല്ല, സുന്ദരമല്ല, കല്ലും മുള്ളും നിറഞ്ഞതാണ് ആ പാത. കഷ്ടപ്പാടിൻ്റെതാണ് ആ പാത. പക്ഷേ അതിലൂടെ സഞ്ചരിക്കുന്നവൻ രക്ഷയുടെ മാർഗത്തിലേക്ക് ചെല്ലും. ആ തെരഞ്ഞെടുക്കുന്ന മനുഷ്യന് രക്ഷയാണ്. വീതി കൂടിയ പാതയെ തെരഞ്ഞെടുക്കുന്ന മനുഷ്യന് വിനാശം. ഈ ഇടുങ്ങിയ പാത തെരഞ്ഞെടുക്കുന്ന മനുഷ്യൻ രക്ഷപ്പെടും. യേശു നമ്മുടെ മുമ്പിൽ ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുകയാണ് രണ്ട് പാത. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സൂപ്പർ മാർക്കറ്റിന് ഏത് ഭക്ഷണ സാധനങ്ങളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ജീവിതമാകുന്ന നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു രണ്ട് പാത.
വിനാശത്തിന്റെ പാത, അടിപൊളിയുടെ പാത തിരഞ്ഞെടുക്കണമോ? എടുത്തോ, അത് നാശമാണ്. രക്ഷയുടെ പാത തിരഞ്ഞെടുക്കണമോ? വീതി കുറഞ്ഞത്. അതിൽ സന്തോഷമുണ്ടാകും, അതിൽ സംതൃപ്തി ഉണ്ടാകും, അതിൽ ആനന്ദമുണ്ടാകും, അത് വിജയത്തിലേക്ക് എത്തിച്ചേരും. എന്താ ഈ ഇടുങ്ങിയ പാത? ഓരോ അവസരത്തിലും വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്യേണ്ടതാണ് എന്ന ഒരു അന്വേഷണ ബുദ്ധി, ആ അന്വേഷണ ബുദ്ധിയോടുകൂടി പ്രാവർത്തികമാക്കാനുള്ള നിഷ്കളങ്കമായ ഒരു നിഷ്ഠ, ഇതാണ് ആ പാത. ആ പാത തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകള് പ്രത്യക്ഷത്തിൽ അനിഷ്ടകരമായിട്ട് തോന്നാം, പക്ഷേ രക്ഷയുടെ മാർഗമാണത്. അത് തിരഞ്ഞെടുക്കത്താൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഇവിടെ ഇനിയുള്ളൊരു പ്രശ്നം, എന്തായി രക്ഷയുടെ പാത എന്ന് യേശു ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് പ്രശ്നം. ഇതിനെ സംബന്ധിച്ചിടത്തോളം പല ധാരണപ്പശകൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. യേശു പറഞ്ഞതിൽ യേശു വ്യക്തമായിട്ട് സുവിശേഷത്തിൽ വ്യക്തപ്പെടുത്തുന്നു ഈ ഇടുങ്ങിയ പാത എന്താണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ സഭയുടെ ആരംഭത്തിലെ സുവിശേഷത്തിൽ തന്നെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആ വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ ആളുകൾ മനസ്സിലാക്കി യേശു ഉദ്ദേശിക്കുന്ന പാത ഏതാനും ചില ഭക്താഭ്യാസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് യേശു ഉദ്ദേശിച്ച ഇടുങ്ങിയ പാത എന്ന് ചിലർ കരുതി. ഈ ഇടുങ്ങിയ പാത നിയമാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് യേശു ഉദ്ദേശിച്ച ഇടുങ്ങിയ പാത എന്ന് ചിലർ കരുതി. അതുകൊണ്ട് അവർ ഇടുങ്ങിയ പാത തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് അവരുടെ ജീവിതത്തില് ഈ ക്രമാനുഷ്ഠാനങ്ങളും ഭക്താഭ്യാസങ്ങളും ഉറപോലെ നടത്തി അവര് രക്ഷയുടെ മാർഗത്തിൽ കൂടിയാണ് ചരിക്കുന്നത് എന്ന് അവർ ധരിച്ചു. അങ്ങനെ ധരിച്ച ചിലര് സുവിശേഷത്തിൽ തന്നെ പറയുന്നു, അതിന്റെ പ്രതീകമായിട്ട് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചില്ലേ, നിന്റെ നാമത്തിൽ ഉപവസിച്ചില്ലേ, നിന്റെ നാമത്തിൽ അഭ്യാസങ്ങൾ നടത്തിയില്ലേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ ഒരു പറ്റം ആളുകള് യേശുവിനോട് പറയുന്നതായിട്ട് സങ്കല്പിക്കുകയാണ്. യേശു പറയുന്നു, നിങ്ങളെ ഞാൻ അറിയുകയില്ല, നിങ്ങളെ ഞാൻ അറിയുകയില്ല, നിങ്ങൾ അകന്നു പോകുവിൻ. അപ്പോ യേശു ഉദ്ദേശിച്ച ഇടുങ്ങിയ പാത ഏതാനും ഭക്താഭ്യാസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയാണോ, അനുഷ്ഠാന വിധികൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണോ? അല്ല എന്ന് വ്യക്തമായി വരുന്നു. പിന്നെ എന്താണ് ഈ ഇടുങ്ങിയ പാത കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത്? കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സഭയില് ഒരു ചിന്ത വന്നു, ഈ ഇടുങ്ങിയ പാത എന്ന് പറയുന്നത് തപസ്സിന്റെ പാതയാണ്, അതങ്ങനെ കഷ്ടപ്പാടിന്റെ പാതയാണ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ പാതയാണ്, അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വയം പീഡനത്തിന്റെ പാതയാണ്, ചമ്മട്ടിയടി, ദണ്ഡനമുണ്ടനങ്ങള്, അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അതിന്റെ ഉപജ്ഞാതാവായിട്ട് ഫ്രാൻസിസ് അസീസി രംഗത്ത് വരുന്നു. തമ്പുരാനെ, ഫ്രാൻസിസ് അസീസി കഴിച്ച പാടെന്താ? ഇങ്ങനൊരു മനുഷ്യന് ഇന്ന് ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ? കിടക്കുന്ന പായാണെങ്കിൽ നിറച്ച മുള്ള് അതിലിട്ടിരിക്കുക, കല്ല് അതിലിട്ടിരിക്കുക, കെടുക്കാൻ അതിന്റെ മുകളിലാ കെടുപ്പ്. ഇതെങ്ങനെയാ ഈ മനുഷ്യന് ജീവിക്കാൻ പറ്റും? എന്നാ കെടുപ്പ് തന്നെയോ നടപ്പോ? എന്നാ എടുപ്പോ? ഒരു മനുഷ്യന് സാധാരണ രീതിയില് വട്ടമില്ലാത്തൊരു മനുഷ്യന് ജീവിക്കാൻ വലിയ പാടാ. ഫ്രാൻസിസ് ശരിക്കും വിചാരിച്ചത് ഈ തപസ്സും പീഡനങ്ങളും ഷണ്ഡനമുണ്ടനങ്ങളുമാണ് കർത്താവ് ഉദ്ദേശിച്ച ഇടുങ്ങിയ പാത. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സന്യാസ സഭകളിൽ മുണ്ടനങ്ങളും മണ്ഡനങ്ങളും ചമ്മട്ടിയടികളും മുള്ളഴിഞ്ഞാനും ബന്ധം കതിവാളും എന്താ പൊട്ടിപ്പൂരം. അതിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു എന്റെ കാലത്ത് ഞാൻ. ഇടുങ്ങിയ പാത അതാണെന്ന് വിചാരിച്ചിട്ട് എന്തുമാത്രം പീഡനങ്ങളാ, സ്വയം പീഡനങ്ങളാ വരുത്തി കൂട്ടിയിരിക്കുന്നത്.
എന്നാ ഫ്രാൻസിസ് അസീസി മാത്രമാണോ? ഒരാളുണ്ട് ഒരു തൂണുമ കയറിയിട്ട് അതുമ്മ തപസ് ചെയ്തിട്ട് തൂണുമ പുണ്യാളൻ. ഞാൻ അവരെ ഒന്നും വിലതാത്തി പറയല്ല. അവരുടെ മനസ്സിൽ അന്ന് കയറി വന്നത് യേശു ക്രിസ്തു ഉദ്ദേശിച്ച ഇടുങ്ങിയ പാത ഇതാണെന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥതയോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി, സ്നേഹത്തോടുകൂടി യേശുവിന്റെ ആ മനസ്സ് കണ്ടുപിടിച്ചിട്ട് അവർ ചെയ്തതാണ്. തൂണുമ കയറിയിട്ടേ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും അല്ല, അതിന്മേ കൂഞ്ഞുകൂടിയിരുന്നിട്ട് തപസ് ചെയ്തിട്ട് ആള് ചത്തു മക്കളെ. ആള് വിശുദ്ധനായി. തൂണുമ പുണ്യാളൻ, ശമൂൻ നിസ്തുവനായ എന്നാണ് കുർയാനിയിലെ ആളുടെ പേര്. ഇന്ന് സഭയ്ക്ക് മനസ്സിലാകുന്നു യേശു ഉദ്ദേശിക്കുന്ന ഇടുക്കം ഇതിൽ മാത്രമല്ല, ഇതിലല്ല അതിന്റെ കുറ്റനുസരിക്കുന്നത്. പിന്നെ എന്തിലാ കുട്ടൻസ്? ഇത് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വ്യക്തമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തലയിലാ കയറണ്ടേ? വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഞാൻ അറിയില്ല എന്നിട്ട് പറഞ്ഞ വാചകം, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഇവിടെ ഇടുക്കം എന്താണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നീതിപൂർവമുള്ളൊരു ജീവിതമാണ് യേശു ഉദ്ദേശിച്ച ഇടുക്കം. നീതിപൂർവമുള്ള ഒരു ജീവിത ശൈലി. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. അത് കാശായാലും അവകാശങ്ങളായാലും എന്തായാലും കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. പ്രീതിയോ അപ്രീതിയോ ഇല്ലാതെ ജീവിക്കാൻ പഠിക്കുക. ഇഷ്ടമോ അനിഷ്ടമോ നോക്കാതെ ജീവിതത്തിലേക്ക് അത് ജീവിക്കാൻ അഭ്യസിക്കുക. ഇതാ നീതി. അത് ഇടത്തോട്ടും തിരിയരുത്, വലത്തോട്ടും ചെയ്യരുത്, നടുവേ പോകാൻ ഇടവരുന്ന ഒരു ജീവിത ശൈലി. അത് ഇഷ്ടം തോന്നുമ്പോൾ ഒരു വശത്തേക്കും ഇഷ്ടം തോന്നാത്തപ്പോ മറ്റൊരു വശത്തേക്കും തിരിയാൻ ഇടവരാതെ പോകുന്നൊരു രീതി. അത് വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധത്തിൽ ചെയ്യുന്നൊരു രീതി. ആ രീതി ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകള് അത് അനുസരിക്കുന്ന, അത് ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അറിയുള്ളൂ. ഓടേതമ്പുരാനും അതിനാ പ്രതിഫലം. ഇനി ഇങ്ങനെ ജീവിച്ചിട്ടുള്ള വലിയവരുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ മുമ്പില് നിങ്ങളിൽ തന്നെ പലരും കണ്ടിട്ട്, ഞാൻ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ളൊരു വ്യക്തി, എന്താ യേശു ഉദ്ദേശിക്കുന്ന ആ ഇടുങ്ങിയ പാത കണ്ടെത്തിയ ഒരു വ്യക്തി എന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. പുണ്യശ്ലോകനായ നമ്മുടെ ദിവംഗതനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യേശു ഉദ്ദേശിച്ച നീതിയുടെ ഇടുങ്ങിയ പാത എന്താണെന്ന് കണ്ടുപിടിച്ച മഹാവ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ദാരിദ്ര്യം മാതിരി, ഈ സ്വയം പീഡനം മാതിരി എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ കുരിശ്, അദ്ദേഹത്തിനുണ്ടായ രോഗം, ആ രോഗത്തിൽ നിന്നുണ്ടാകുന്ന വേദനകള്, അത് അദ്ദേഹത്തിന് മാത്രം അറിയാം. അതെങ്ങനെ അദ്ദേഹം നേരിട്ട് എന്ന്. അദ്ദേഹത്തെ കണ്ട എന്താ ആ വസ്ത്രത്തിന്റെ വില! നല്ല വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങള്. ഫ്രാൻസിസ് അസീസി ഇട്ട കീറ്റ തുണിയാണോ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇട്ടത്? അല്ല. അവിടെ ഗംഭീരമായിട്ടുള്ള നിൽപ്പ്. ഇതാ യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്ന ഇടുക്കത്തം എന്നാ എനിക്ക് തോന്നണത്. പക്ഷേ ഇടുക്കം എവിടെ? യേശുവിന്റെ ദർശനങ്ങൾക്കനുസരിച്ച് ആത്മാവിന്റെ ബോധ്യം ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ലോകത്തോട് വിളംബരം ചെയ്തു. ഭ്രൂണത്തെ നശിപ്പിക്കരുത്, ജീവനെ കൊല്ലരുത്. അത് പ്രീതിയോ അപ്രീതിയോ നേടാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്തു. കൊലപാതകമാണത്, അത് തെറ്റാണ്. ലോകം നെറ്റിച്ചൊളിച്ചു. എങ്കിലും പിതാവിന്റെ സ്വരമായിട്ട് ലോകം അംഗീകരിച്ചു. ലോകത്തിന്റെ മുമ്പിൽ ധാർമ്മികതയുടെ മനസാക്ഷിയായിട്ട് അദ്ദേഹം ഉയർന്നു. അതുകൊണ്ട് ലോകം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിച്ചു. ജോൺ പോൾ ദി ഗ്രേറ്റ്. ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ സ്വരത്തിന്റെ മനസാക്ഷി. സ്വരം. ഇതാ നീതിയുടെ പാത.
നമുക്ക് ലോകത്തിന്റെ മുമ്പില് ദൈവത്തിന്റെ സ്വരമൊന്നും മുഴുവനും പ്രകടനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മോട് തന്നെ വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധത്തിൽ ചെയ്യേണ്ടതാണ് എന്ന ഒരു അന്വേഷണത്വര, ആ ത്വരയുടെ അടിസ്ഥാനത്തില് അത് കണ്ടെത്തി ചെയ്യാനുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള നിഷ്ഠ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുമ്പോ, ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ മുന്നോട്ട് വരുമ്പോ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ത്യാഗങ്ങൾ വേറൊരു മാനമാണത്. അത് നാം സ്വയംകൃതം ഏറ്റെടുക്കുന്ന തപസാനുഷ്ഠാനത്തിന്റെ പീഡനങ്ങളല്ല ഇത്. അതിന്റെ മാനങ്ങൾ വളരെ വ്യത്യാസം. യേശു വ്യക്തമാക്കുന്ന ഇടുങ്ങിയ പാത ഇതാണ് മക്കളെ, നീതിയുടെ പാത. അങ്ങനെ നീതി എന്ന് പറയുന്ന ജീവിതത്തില് വേണ്ടതാണെങ്കിൽ അത് വേണ്ടിയിടത്തോളം ഞാൻ ചെയ്തിരിക്കും. വേണ്ടാത്തതാണെങ്കിൽ ആര് പറഞ്ഞാലും ഞാൻ ചെയ്യില്ല. തോന്നുമ്പോ തോന്നിയ വിധത്തില് ചെയ്യുക എന്നുള്ളതല്ല എന്റെ ജീവിത പ്രമാണം. വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധത്തിൽ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ജീവിത പ്രമാണം എന്ന് ഓരോ വ്യക്തിക്കും സ്വീകരിക്കാൻ ഇടവരുന്ന ഒരു നിശ്ചയദാർഢ്യം. ഇത് സ്വീകരിക്കാൻ ഇടവരുമ്പോ ഉണ്ടാകുന്ന വിമിഷ്ടങ്ങള്, ഒറ്റപ്പെടുത്തലുകള്, അങ്ങനെ തിരസ്കരണങ്ങള്, മനോവേദനകള്, ആരും അറിയാത്ത ദുഃഖങ്ങള്, ഈ ദുഃഖങ്ങളും മനോവേദനകളും എല്ലാം അറിയുന്ന തമ്പുരാനിലേക്ക് കൊടുക്കാനുള്ള ഒരു ബന്ധം, ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷയിലേക്ക് വ്യക്തി നയിക്കപ്പെടുക. ഞാൻ തിരഞ്ഞെടുത്ത് നല്ലതാണെന്ന് വിചാരിച്ച് ചില തപസാനുഷ്ഠാനങ്ങളൊക്കെ ഞാൻ നടത്തി, എനിക്കൊരു തൃപ്തിയും കിട്ടി, ആ തൃപ്തിയിൽ അത് അവസാനിച്ചു. തമ്പുരാന്റെ മുമ്പിലേക്ക് അത് എത്തിയില്ലെങ്കിൽ ആര് രക്ഷ തരും? തമ്പുരാന്റെ മുമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെ തന്നെ മെരുക്കാൻ ഇത് സഹായമാകണമെങ്കിൽ ആ സഹായമാകുന്നിടത്തോളം അത് ഉപകാരപ്രദമാണ് പീഡനങ്ങള്. അല്ലാതെ അതിന് ഉപകാരമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കുറെ ത്യാഗം ചെയ്തിട്ടോ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഉപവാസം അനുഷ്ഠിച്ചിട്ടോ, ഭക്ഷണം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടോ ഒരു നീതിയുടെ മാർഗവും അതിലേക്ക് എത്തില്ല. തമ്പുരാനിലേക്ക് ഞാൻ എത്താൻ, എന്നെ തന്നെ ഞാൻ മെരുക്കാൻ, നീതിയുടെ മാർഗം കണ്ടുപിടിക്കുന്നതിനെ എന്നെ തന്നെ ഒതുക്കാൻ ഇത് സഹായമാകുന്നിടത്തോളം അത് തീർച്ചും ഫലപ്രദമാണ്. പക്ഷെ അത് അതിൽ തന്നെ ഒന്നുമല്ല. അതിൽ തന്നെ സത്യമായിരിക്കുന്ന കാര്യങ്ങള് രക്ഷയുടെ മാർഗത്തിലൂടെ ചരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വെക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തില് ഏത് സ്ഥിതിവിശേഷവും ഏത് സാഹചര്യവുമാകട്ടെ അവിടെ വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധത്തിൽ ചെയ്യാനുള്ള, നിർവഹിക്കാനുള്ള മനസ്സിന്റെ ഒരു സന്നദ്ധത, ഒരു നിഷ്ഠ. പകരം തോന്നിയത് തോന്നുമ്പോ തോന്നിയ വിധത്തിൽ ചെയ്യാനുള്ള നിഷ്ഠയാണ് എന്ന് വരികിൽ അത് വിനാശത്തിലേക്ക് ചെന്നപ്പെടും. ഈ ആദ്യം പറഞ്ഞ വഴിയാണെങ്കിൽ രക്ഷയിലേക്ക് ചെന്നപ്പെടും. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന് യേശു ഇന്നത്തെ സുവിശേഷത്തില് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്.